ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയാനും ആണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ മാത്രം റെസിപ്പിയുള്ള നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ചിക്കൻ മഞ്ചൂരിയാൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചായിരുന്നേ. ഞാനിപ്പോൾ അതിനുവേണ്ടി എടുത്തേക്കുന്ന വെജിറ്റബിൾസ് ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി, ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ. ഇതെല്ലാം ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വെച്ച് നമുക്ക് റൈസിൻ്റെ കാര്യത്തിലോട്ട് പോവാം. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങ നീരൂടി ചേർത്ത് കൊടുത്തേ. അതിനുശേഷം വെച്ച് വെജിറ്റബിൾ ഓയിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാവേ. അരി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനുവേണ്ടി ഞാനിപ്പം കുറച്ച് ചിക്കൻ എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും പിന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ആ ഒരു ടൈമിലേക്ക് നമുക്ക് അരി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ടായിരുന്നു. ഒരുപാടങ്ങ് വേവാവരുത്, ഒരു 80% മാത്രമേ വേവാവുള്ളേ. നമ്മൾ കണ്ടതിപ്പം അരി കോരി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നേ. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം അത് മാറ്റിയതിന് ശേഷം വെച്ച് നമുക്ക് ഇതിനു വേണ്ടി ഒരു 4 മുട്ട വേണം കേട്ടോ. മുട്ട നല്ലതുപോലെ ചിക്കി എടുക്കണം. ഇതാ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ നല്ലതുപോലെ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണേ. വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് സ്പ്രിംഗ് ഓണിയനോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയും ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം വെച്ച് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ. റൈസ് പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയാൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടാവേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.